നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നൊരു സ്വീറ്റ് ഐറ്റം ആയാലോ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ സ്വീറ്റ് ഒക്കെ ചെയ്തിട്ട്. ഇന്നത്തെ സ്വീറ്റ് വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്യാരറ്റും തേങ്ങയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ലഡു. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തേങ്ങ ചിരകിയത് ഫുൾ ഉണ്ടാവും. അതിനെ ഞാനൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നതാണ്. ഒരുപാട് ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് നെയ്യിന്റെ മണം കിട്ടുകയും പിന്നെ ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പോവുകയും ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ ഇനി നമുക്കൊരു 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, തേങ്ങ എത്ര ഇട്ടോ അത്രയും ക്വാണ്ടിറ്റി തന്നെ ഞാൻ ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അതൊന്ന് സോട്ട് ചെയ്ത് ക്യാരറ്റ് ആ നെയ്യിലൊന്ന് ചൂടായി കിട്ടണം. അതിന്റെ ഫ്ലേവർ ഒക്കെ നന്നായി ഇറങ്ങണം. കണ്ടോ, ക്യാരറ്റ് ഒക്കെ നല്ലവണ്ണം ചുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഡ്രൈ ആയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ക്യാരറ്റും തേങ്ങയും ഇട്ടതിന്റെ 4/1 മാത്രം മതി കേട്ടോ. കാരണം ഈ ക്യാരറ്റും തേങ്ങയും ഒക്കെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ ചുങ്ങി ചെറുതായി പോവും. അതുകൊണ്ട് അത്ര പഞ്ചസാര മതി. അപ്പൊ ഇതാ ആ വെള്ളമൊക്കെ നന്നായിട്ട്, ആ പഞ്ചസാരയിലുള്ള വെള്ളമൊക്കെ ക്യാരറ്റിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് വെള്ളം ഫുള്ളായി വറ്റണം. കണ്ടോ, വെള്ളം അങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഈ ക്യാരറ്റിലേക്കൊക്കെ ആ മധുരം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഈ സ്റ്റേജ് ആകുമ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റുമ്പോൾ നമുക്കിതിലേക്ക് ആ തേങ്ങയെ ഒന്ന് ചൂടാക്കിയ തേങ്ങയെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് ഇതൊരിക്കലും കോക്കനട്ട് ബർഫിയുടെ ആ ഒരു ടെക്സ്ചറിലല്ല വരിക കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഫുള്ളായി വറ്റി ഇത് തമ്മിലൊന്ന് ബൈൻഡ് ആവുന്നവരെ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്കൊന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാൻ കിട്ടണ പരുവത്തിലായിരിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ നമുക്ക് ഏലക്കായുടെ പൊടി, ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അത് കണ്ടോ, അത് തമ്മിൽ നന്നായി ബൈൻഡ് ആവുന്നവരെ നമുക്കതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് മധുരം കുറവാണോ എന്നൊരു ഡൗട്ട് വന്നു. അതുകൊണ്ട് ഞാനൊരു മധുരത്തിന് വേണ്ടിയും ബൈൻഡ് ആവാനും വേണ്ടി 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു നിർബന്ധവുമില്ല കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്ന്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രം. ഫ്ലേവറും ഇത് തമ്മിൽ ബൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഈസിനെസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയപ്പോഴും നന്നായി ബൈൻഡ് ആയി കിട്ടി. ഇപ്പൊ ഇതാ ഒരു 2 മിനിറ്റും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഉരുട്ടിയെടുത്താൽ മതി. ഒരുപാട് തണുക്കണ്ട, ജസ്റ്റ് ഒന്ന് കൂളായി കഴിഞ്ഞാൽ, ഇല്ല എങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ഇനി ഒന്ന് ഉരുട്ടി നോക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉരുട്ടാട്ടോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് ഉരുട്ടാനായിട്ട്. അപ്പം നമ്മൾ ഈ ഉരുട്ടുന്ന സമയത്ത് അതിലുള്ള നെയ്യൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ പോലും നമ്മുടെ ശരീരത്തിലേക്ക് ആ നെയ്യ് പോകുന്നില്ല. അപ്പൊ ദാ ഉരുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഇതിലൊരു ഒട്ടലുണ്ട് എന്ന് ഞാനൊരു ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ അങ്ങനെ ക്യാരറ്റ് കോക്കനട്ട് ലഡു റെഡി ആയിട്ട് ഇനി ഞാനതൊന്ന് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് തീർത്തും ഓപ്ഷനാണ് റോൾ ചെയ്യുന്നത്. ഇതുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ട് എന്ന് മാത്രം. ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട് എന്ന് മാത്രം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഇത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.